ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ രാവിലെ തന്നെ നമ്മുടെ സാധാരണ കിച്ചണിലേക്ക് വിളക്കൊക്കെ കൊളുത്തി അതൊക്കെ കഴിഞ്ഞപ്പോ കിച്ചണിലേക്ക് എത്തിയതാണേ. അപ്പൊ ഞാനിന്ന് പരിപ്പും കാബേജും കൂടിയിട്ടാണ് കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരിപ്പ് വേവിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നല്ലപോലെ ഉടച്ചെടുക്കണം. കാരണം പരിപ്പ് എപ്പോഴും ഇത്തിരി വെള്ളത്തോട് കൂടി ചേർന്ന് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നല്ല പോലെ പരിപ്പ് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കത് അതിലേക്ക് നമുക്ക് നമ്മുടെ കാബേജ്, അതേപോലെ തക്കാളി, ഒരു തക്കാളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്നറിയോ, നമ്മള് ക്യാബേജില് പുളിവെള്ളം ചേർക്കില്ല അത്രേ. അപ്പൊ പുളി ഒഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എനിക്ക്. അപ്പോ അതുകൊണ്ട് ഈ പരിപ്പിൽ എന്തെങ്കിലും ഇട്ട് വെക്കുമ്പോ ഇത്തിരി പുളി ഇല്ലാത്ത കറിയാവുമ്പോ ഇത്തിരി എന്താ പറയാ, ഉപ്പേരിക്കൊക്കെ വേറെ ഒന്നും ഇല്ലെങ്കിൽ പുളി ഒഴിക്കൂല നമ്മള്. ആ പുളിയൊന്നുമില്ല. അപ്പൊ പ്രത്യേകിച്ച് അപ്പൊ ഒരു ഇത്തിരി പുളിയുടെ രസം ഉണ്ടാവണം കാബേജില്. അപ്പൊ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് കാബേജിന്റെ കൂടെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ട് വെക്കും. അതിലൊക്കെ നമ്മൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ. ഇതില് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു സ്പൂണും പിന്നെ ഒരു ലേശം കൂടി ഞാൻ ചേർത്തു. അങ്ങനെ നമുക്ക് നമ്മളുടെ ഈ പരിപ്പും കാബേജും തക്കാളിയും കൂടിയുള്ള കറിയിലേക്ക് മുളക് പൊടി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തു ട്ടാ. എന്നിട്ട് നമ്മള് ഇതിനെ എന്താ പറയാ, കുറച്ച് ഉപ്പും കൂടി നമ്മൾ നന്നായിട്ട് ചേർക്കണം. ഇപ്പൊ തന്നെ ഉപ്പ് ചേർക്കുന്നതാണ് കാബേജ് ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് ചേർക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഒന്ന് ആവി എടുക്കണം. ഒരു 2-3 വിസില് ആവിയും കൂടി ഇടണം കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ചെന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകി കിട്ടണം. അപ്പൊ അതിനുള്ള കാബേജ് ഒന്ന് ഉടഞ്ഞ് ചേരണയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു 3 വിസിലൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കാനായിട്ട് നമുക്ക് 1 വിസിലൊക്കെ മതിയാവും. എനിക്ക് അങ്ങനെ തോന്നണത്. അപ്പോ അങ്ങനെ നമ്മൾ ഇതൊരു 2-3 വിസിലൊക്കെ വിട്ട് ഇടുമ്പോഴേക്കും നമുക്കത് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പൊ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കൂട്ടി വെച്ചു. ഒരു 3 വിസിൽ നിന്ന് കാണിച്ചതാണ് കേട്ടോ. എന്റെ വിരലുകൾ കണ്ടില്ലേ. അപ്പൊ അങ്ങനെ ഞാൻ കാണിച്ചതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനുള്ള ഇത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാല്, ആദ്യം ഒരു പിടി നാളികേരം കേട്ടോ. ഏട്ടൻ പൊതിച്ച് ചെരുകി തന്നതാണ് എനിക്ക്. അപ്പൊ ഒരു പിടി നാളികേരം, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് അരയാനുള്ള പേസ്റ്റ് പോലെ അരയണ്ട കേട്ടോ. ആവശ്യത്തിണ്ട ഈ ഒരു പരുവത്തിൽ ആവാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ആ കുക്കറിന്റെ വിസിൽ വാഴപ്പോ അതേ അടുപ്പത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ളത് കാച്ചാനുണ്ട്. ചൗച്ചൗ ഉപ്പേരിയാണ് ഞാൻ വെക്കണത്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പൊ അത് ഒന്ന് ചൂടാവാനുള്ള ഒരു സമയം കൊണ്ട് ഞാൻ വേഗം അതിലേക്ക് പൊടികളൊക്കെ എടുക്കാനുള്ള സ്പൂണും ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്തെ എടുക്കൂ. അങ്ങനെയാണ്. എന്താ ചെയ്യാ, എത്ര പറഞ്ഞാലും ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞോണ അത്. അപ്പൊ അങ്ങനെ ആ തീ കൂടി വന്നു തുടങ്ങി. നമ്മൾക്ക് വെളിച്ചെണ്ണ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലേ. എന്നിട്ട് എന്താ പറയാ, ഓരോന്നായിട്ട് അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി. അപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ അതങ്ങ് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളി നമ്മള് എന്താ വെച്ചാൽ മുന്നേ തന്നെ ഇതൊക്കെ ചെയ്തിങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പണികളൊക്കെ പെട്ടെന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു കളർ ഇങ്ങനെ ചെറുതായിട്ട്, വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ വല്ലാണ്ട് കരിയില്ല. അപ്പൊ അതിന് മുൻപേ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി അങ്ങ് ചേർക്കാം. ഇപ്പൊ ഞാനത് എന്താ വെച്ചാല് ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് മൊരിയില്ല എന്ന് എനിക്ക് ഒരു തോന്നല് ഇല്ലായില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ കാര്യങ്ങൾ പറയണം. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ഒരു വഴഞ്ഞു വന്ന ഒരു കളർ ചേഞ്ച് ആയിട്ടില്ലേ, കണ്ടോ.
ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങി ഇല്ലേ? അപ്പൊ അതിലേക്ക് കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പൊ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ട് നല്ല പോലെ ഇങ്ങനെ വഴച്ചെടുക്കുക. നല്ല മണമായിരിക്കട്ടെ ഈ സമയത്ത്. വേപ്പിന്റെ ഇലയും കൂടി വേണ്ടതായിരുന്നു. പതിവ് പോലെ പരാതി, വേപ്പിന്റെ ഇല എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ അത് കാരണം ഞാനത് വഴച്ചെടുത്തു. അപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞ് നാമകോശമാകും എന്ന് പറയില്ലേ, നാശകോശമാകും, സോറി, നാശകോശമായി തീരും. അങ്ങനെയാണ് പറയാം. പിന്നെ അത് കഴിഞ്ഞു ഞാൻ ചൗചൗ ചൗ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പപ്പായയുടെ പോലെയൊക്കെ തോന്നില്ലേ? അപ്പൊ അതിലേക്ക് മുളക് അങ്ങനെ എടുത്തിട്ട് അങ്ങ് കാച്ചെടുത്തു. കണ്ടോ? ഇത് കൂട്ടി, ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. വേറെ കറികളൊന്നും ആവശ്യമില്ല. എനിക്ക് ക്യാബേജ് ഇങ്ങനെ ചാറൊന്നും വെക്കുന്നത് ഇഷ്ടമില്ല. ഏട്ടന് എന്തെങ്കിലും ഒരു ചാറ് വേണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്യാബേജ് ഒക്കെ വെക്കുന്നത്. പിന്നെ അത് കഴിക്കുന്നില്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, ചൗ എല്ലാം എടുത്തിട്ടു. എന്നിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി മറിച്ച് എടുക്കണം. അങ്ങനെ എന്താ പറയാ, ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് കൂട്ടി വെക്കണം. അപ്പോൾ അതിന്റെ ഒരു ചൂടും ആ എണ്ണയുടെ ഒരു സ്വാദ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത്. ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ഒന്നൊരു ഒരുമിച്ച് ഒരു എന്താ പറയാ, ഒരു കൂട്ടമായി തീരും. അവരെല്ലാരും വേറിട്ട് നിന്നിരുന്നവരല്ലേ, അപ്പൊ എല്ലാവരും ഒന്ന് ഒന്നാക്കി വെച്ചു. അപ്പൊ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അതിനുശേഷം ഇതൊന്ന് ഈ അടുപ്പൊന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് വേണം അടുത്തത് കേട്ടോ. ആകെ രണ്ടടുപ്പല്ലേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് വേണം. അപ്പൊ അപ്പുറത്ത് ഞാൻ അരിക്കുള്ള വെള്ളമാണ് കേട്ടോ, വെള്ളം ഊറ്റാനുള്ളതാണ്. അതിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഞാൻ ഇങ്ങോട്ട് ക്യാമറ വെച്ച കാരണേ ഞാൻ അപ്പുറത്ത് എന്താ ചെയ്യണേന്ന് നിങ്ങൾക്ക് കാണാനില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അവിടെ ഓരോരോ പണികളും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ പാത്രം ഇറക്കി വെച്ചു. പരിപ്പ് കണ്ടോ, ക്യാബേജ് ഒക്കെ വെന്തു, തക്കാളി വെന്തു, എല്ലാം ഇട്ടിട്ട് അതൊന്ന് പിടിച്ചിട്ടുണ്ട് അതില്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമുക്ക് നാളികേരം കലക്കി അങ്ങ് ഒഴിക്കാം. അപ്പൊ ഈ നാളികേരം കേട്ടോ ഇങ്ങനെ അരയാനേ പാടുള്ളൂ. ഒരു എല്ലാം പേസ്റ്റ് ആയിട്ട് അരഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നല്ല പോലെ ഇളക്കിയെടുക്കാം അത് ഒഴിച്ചിട്ട്. എന്നിട്ട് അത് ഈ ഒരു തള വരണം കേട്ടോ. ഒരു തള എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഒരുപോലെ തിളയ്ക്കും വേണ്ട, സാധാരണ ഒരു തള വന്നാൽ മതി. എന്ന് വെച്ചാൽ കുക്കറിന് ഒരു ചൂടുണ്ടല്ലോ, അടുപ്പിൽ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂട്ടത്ത് അത് വെന്തോളും, നാളികേരം വെന്തോളും. വല്ലാണ്ട് നാളികേരത്തിന്റെ ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങാൻ പാടില്ല പച്ചക്കറി വെക്കുമ്പോ കേട്ടോ, പച്ച നാളികേരം അരച്ചു വെക്കുമ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചീനച്ചട്ടി അങ്ങ് അടുപ്പത്ത് വെച്ചു. അപ്പൊ അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ആ കാരണം അത് അപ്പൊ ഇതായില്ല. അപ്പൊ ഞാൻ ഈ അരി ഊറ്റാനുള്ള വെള്ളം അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി വീഴില്ലല്ലോ. ഇനി ഇത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാച്ചിട്ട് ഒഴിക്കാനായിട്ട് എളുപ്പം കൂടിയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു കലാപരിപാടി ഒപ്പിച്ചത്. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. എനിക്ക് പിന്നെ വെള്ളം ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴേ സ്റ്റീൽ പാത്രല്ലേ, പെട്ടെന്ന് വഴിക്ക് വീഴുവോ, എന്റെ മേലേക്ക് വീഴുവോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. എപ്പോഴും പൊള്ളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവുമ്പോഴേ. അപ്പൊ എനിക്ക് പേടിയാ, വെള്ളം പാത്രം മേത്തേക്ക് വീഴുവോ എന്നുള്ളത് വരും. അപ്പൊ ആ കാരണം ഞാൻ അങ്ങോട്ട് നീക്കിക്കുന്നത്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാറുണ്ട്, ഞാൻ കാണില്ലാവോ, എന്താണ് വെളിച്ചെണ്ണ ഒഴിക്കാത്ത? കണ്ടു വെളിച്ചെണ്ണ ഒഴിക്കണം. അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഒഴിച്ച് അത് തീ അങ്ങ് കുറച്ച് വെച്ചുട്ടാ. ഇനി നമുക്ക് കടുകിടണം, ഉലുവിടണം, വറ്റൽമുളക് ഇടണം. ഇത് മാത്രം ഇട്ടാൽ മതി. ആദ്യം ഞാൻ ഉലുവയാണ് പൊട്ടിക്കുന്നത്. ഉലുവയുടെ മണം നല്ല പോലെ വരണം ഈ കറിയിലേക്ക്. എന്താ വെച്ചാൽ കാബേജ് ആയതുകൊണ്ട്, കാബേജിന് ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാബേജ് ആയതുകൊണ്ട് എന്ന് പറയണത് കേട്ടോ. അതിനുശേഷം നമ്മള് കടുക് ഇട്ടു. അതിനുശേഷമാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നത്. അതപ്പോ എന്താ വെച്ചാല് പെട്ടെന്നായി കിട്ടും. ഉലുവയുടെ ഒരു കളറൊക്കെ മാറി കിട്ടും. അപ്പൊ ഉലുവയുടെ സ്മെല്ല് കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണേ, എന്താണെന്ന് വെച്ചാൽ കേട്ടോ, നല്ല ടിപ്സ് ഒക്കെ പറഞ്ഞു തരണേ. അത് കഴിഞ്ഞാ വറ്റൽമുളകൊക്കെ ഇട്ട് കറി അങ്ങ് ആയിട്ടോ. ഇനി അതിലേക്ക് അങ്ങ് ഒഴിക്കണം. ഇപ്പൊ ഒരു ശബ്ദം ഉണ്ടാവും, ഷീന്ന് പറയണതാ. ഇപ്പോഴാണ് ഒരു ശബ്ദം. അതിട്ട് കഴിഞ്ഞാ വെറുതെ ഞാനത് ഇങ്ങോട്ട് മാറ്റിന്നുള്ള ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കത് മൂടി വെക്കാം. ഇങ്ങോട്ട് നമുക്ക് അതൊന്ന് മൂടി വെക്കാം. അപ്പൊ മൂടി വെച്ചാൽ അവിടെ ഇരിക്കട്ടെ അത്, അല്ലെങ്കിൽ നമുക്കത് റെഡി ആവില്ല. ഏട്ടൻ പോവായിട്ടോ. അപ്പൊ അങ്ങനെ ടാറ്റാ ബൈ.